അങ്ങനെ ചന്ദ്രനിൽ നിന്നുള്ള ദൗത്യ സംഘം ഇപ്പോൾ ആർട്ടിമീസ് 2 ചന്ദ്രനെ വലം വെച്ച് ആർട്ടിമീസ് 2 ദൗത്യ സംഘം ഇതാ USSന്റെ ഹെലികോപ്റ്ററിൽ US ജോൺ പി മർത്ത എന്ന കപ്പലിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മനോഹരമായ കാഴ്ചയാണല്ലേ. 10 ദിവസം നാട്ടിൽ നിന്ന് പോയിട്ട്, കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് പോയിട്ട് ഭൂമി എന്താണ്, ലോകം എന്താണ് എന്നുള്ളതിൻ്റെ വ്യത്യസ്തമായ കാഴ്ചയുമായിട്ടാണ് അവർ ഭൂമിയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നത്. അവരെ ഹെലികോപ്റ്ററിൻ്റെ വാതിൽ തുറന്നിരിക്കുന്ന കാഴ്ചയുണ്ടല്ലോ, മനോഹരമായ കാഴ്ചയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാണുന്നത്. ഇവിടെ നിന്നും അവരെ നടത്തിക്കൊണ്ടല്ല പോകാൻ പോകുന്നത്, അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക സംവിധാനമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കാര്യം മൈക്രോ ഗ്രാവിറ്റി കഴിഞ്ഞ് വരുന്നവരാണ്. ഈ ഗുരുത്വാകർഷണ ബലം കുറഞ്ഞ പ്രതലത്തിൽ നിന്ന് ഗുരുത്വാകർഷണത്തിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ചില പ്രോട്ടോക്കോളുകൾ പാലിക്കേണ്ടി വരും. ആ പ്രോട്ടോക്കോളുകളിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. മനോഹരമായ ദൃശ്യമാണ്. നോക്കൂ, ഷിപ്പിലേക്ക് USSന്റെ നേവി ഷിപ്പായ ജോൺ പി മർത്തയിലേക്ക് പറന്നിറങ്ങിയ നമ്മളുടെ വൈമാനികരെ ഇപ്പോൾ ഷിപ്പിനുള്ളിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിനുള്ള ദൃശ്യങ്ങൾ കൂടി അവർ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. മനോഹരമായ ദൃശ്യങ്ങളാണ്. നാസയുടെ അഭിമാന നിമിഷമാണ്. ചന്ദ്രൻ്റെ ഏറ്റവും ഉപരിതലത്തിനോട് തൊട്ടടുത്ത് 4000 മൈൽ വരെ തൊട്ടടുത്ത് വരെ എത്തിയാണ് 11 ദിവസം നീണ്ടുനിന്ന ഈ യാത്ര. 11 ലക്ഷം കിലോമീറ്ററുകൾ താണ്ടിയ യാത്ര ഇപ്പോൾ തിരികെ എത്തുന്നത്. ഇവർ ചന്ദ്രൻ്റെ പ്രതലത്തിൽ ഇറങ്ങിയില്ല എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ആർട്ടിമീസ് 4ാം ദൗത്യത്തിന്റെ ഭാഗമായി മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുന്ന സമയത്ത് എവിടെയാണ്, ഏത് സ്ഥലത്താണ് ഇറക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ചില സൂചനകളൊക്കെ ഇവരുടെ പഠനങ്ങളിലും ചിത്രങ്ങളിലുമൊക്കെ ഉണ്ടാവും. മനോഹരമായ ദൃശ്യങ്ങൾ. 4 ഹെലികോപ്റ്ററുകൾ 4 സ്ഥലത്തായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. 4 ഇടങ്ങളിലും 4 പേർ, 4 വൈമാനികരുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ശാസ്ത്രം ജയിക്കുകയും മനുഷ്യൻ പ്രകൃതിയുടെ വിസ്മയച്ചിപ്പുകൾ ഓരോന്നോരോന്നായി കണ്ടെത്തുകയും ചെയ്യുന്ന നിമിഷങ്ങളാണ്. US-ൽ നിന്നുള്ള റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കുക്ക്, കാനഡക്കാരനായ ജെറമി ഹാൻസൺ എന്നിവരിപ്പോൾ തിരികെ എത്തിയിരിക്കുന്നു. ഇപ്പോൾ അവർ നിൽക്കുന്നത് പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന കപ്പലിലാണ്. ഈ US-ന്റെ നേവി ഷിപ്പായ ജോൺ പി മർത്തയിലാണ്. അതിനുശേഷം ഇവരെ കൊണ്ടുപോവുക നേരെ കാലിഫോർണിയയിലേക്കാണ്. കാലിഫോർണിയയിലെ സാൻഡിഗോയിലുള്ള നേവൽ എയർ സ്റ്റേഷൻ നോർത്ത് ഐലൻഡിലേക്കാണ് അല്പസമയത്തിനുള്ളിൽ ഇവരെ മാറ്റുക. അവിടെ വെച്ച് അവരെ വൈദ്യപരിശോധനയൊക്കെ നടത്തി അതിനുശേഷമായിരിക്കും സാൻഡിഗോയിലെ വ്യോമസേന താവളത്തിൽ നിന്ന് പ്രത്യേക നാസ വിമാനത്തിൽ അവരെ ഹൂസ്റ്റണിലേക്ക് കൊണ്ടുപോകും. ഹൂസ്റ്റണിലുള്ള ജോൺസൺ സ്പേസ് സെന്ററിലാണ് അവർക്ക് വലിയ സ്വീകരണം ഒരുക്കിയിരിക്കുന്നത്. നാസയിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ഇവരുടെ കുടുംബാംഗങ്ങളും ജോൺ സ്പേസ് സെന്ററിലായിരിക്കും ഉണ്ടാവുക. കാലിഫോർണിയയിലെ പസഫിക് സമുദ്രത്തിൽ ഇന്ന് 5:33 കൂടിയാണ് സ്പ്ലാഷ് ഡൗൺ ചെയ്തിറങ്ങിയ ഓറിയോൺ പേടകം മനോഹരമായ നീല ജലാശയത്തിൽ മനോഹരമായി ലാൻഡ് ചെയ്തത്. അടിമുടി വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ദൗത്യമാണ് ഇപ്പോൾ വിജയകരമായി നമ്മൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. മനുഷ്യൻ അഭിമാനിക്കാവുന്ന ഏറ്റവും മനോഹരമായ നിമിഷങ്ങളാണ് ഇത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത് പോലെ ഇത് ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ഇറങ്ങാനുള്ള ദൗത്യത്തിൻ്റെ 2ാമത്തെ പ്രധാനപ്പെട്ട ദൗത്യമാണ്. ആർട്ടിമീസ് 1 വിജയകരമായി നമ്മൾ പൂർത്തിയാക്കിയിരുന്നു. അത് 2023-ലായിരുന്നു. അത് പ്രേക്ഷകർക്ക് അറിയാവുന്നത് പോലെ തന്നെ നമ്മളുടെ ഓറിയോൺ പേടകം മനുഷ്യരില്ലാതെ തന്നെ ചന്ദ്രൻ്റെ ഉപരിതലത്തിലൂടെ ചന്ദ്രൻ്റെ പ്രതലത്തെ കണ്ട് മടങ്ങുകയായിരുന്നു. എന്നാൽ ഇത് മനുഷ്യനെയും വഹിച്ചുകൊണ്ട് 11 ദിവസം നീണ്ടുനിന്ന 11 ലക്ഷത്തിലധികം കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഭൂമിയിൽ നിന്നുള്ള ആശയവിനിമയങ്ങൾ പലതവണ നിലയ്ക്കുന്ന പ്രതലങ്ങളിലൂടെയൊക്കെയാണ് ഇവർ ചന്ദ്രനെ വീക്ഷിച്ചത്. അവിടെ നിന്ന് ലഭിച്ച ചിത്രങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ അവരെ നടത്തിക്കൊണ്ടാണ് പോകുന്നത്. ഒരു യാത്രികനെ നടത്തിക്കൊണ്ടു പോകുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. 2 വൈമാനികരുടെ തോളിൽ പിടിച്ചുകൊണ്ടാണ് വൈമാനികൻ നടന്നു പോകുന്നത്. മനോഹരമായ കാഴ്ചയാണ്. ബഹിരാകാശ യാത്രികരെ എങ്ങനെയാണ് ലോകം സ്വീകരിക്കുകയാണ്. തിരിച്ച് ലോകത്തിൻ്റെ കുടുംബത്തിലേക്കാണ് അവർ വന്നിറങ്ങുന്നത് എന്നുള്ളതാണ്. അവർ പോകുന്നത് മറ്റൊരു ഭ്രമണപഥത്തിലേക്കാണ്, മറ്റൊരു ലോകത്തേക്കാണ് അവർ പോകുന്നത്, മറ്റൊരു സ്പേസിലേക്കാണ് അവർ പോകുന്നത്. അവിടെയൊക്കെ നിന്ന് നോക്കുമ്പോൾ ഭൂമി എത്ര ചെറുതാണെന്നും നമ്മളൊക്കെ എത്രയെത്ര കുഞ്ഞു മനുഷ്യരാണെന്നുമുള്ള തോന്നലുകൾ ഈ വൈമാനികർക്കുണ്ടാവുന്നുണ്ട്. ഇവർ പലപ്പോഴും ബഹിരാകാശ ഗവേഷകർ പറയുന്നത് ഭൂമിയിൽ നിന്ന് അകന്നു പോകുമ്പോഴാണ് മനുഷ്യവംശത്തെക്കുറിച്ചുള്ള വലിയ കാഴ്ചകൾ രൂപപ്പെടുന്നത് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ റോക്കറ്റ് വിട്ട് കളിക്കുന്നു, പക്ഷേ ഇതിനും അപ്പുറത്തേക്ക്, ഭൂമിയുടെ ഉപരിതലത്തിനും അപ്പുറത്തേക്ക് നിന്ന് നോക്കിയാൽ ഇതെല്ലാം എന്ത് അനന്തമജ്ഞാതം അവർണ്ണനീയം എന്ന് പറയുന്ന കവിഭാവന പോലെ ഈ ലോകം എത്രമേൽ വിസ്മയമാണ് എന്ന് തോന്നുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതും ചന്ദ്രൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില പ്രതലങ്ങളുടെ ദൃശ്യങ്ങൾ എടുക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ അടുത്ത വൈമാനികനെയും അവർ ഷിപ്പിനുള്ളിലേക്ക് കൊണ്ടുപോവുകയാണ്. ഓറഞ്ച് നിറത്തിലുള്ള വസ്ത്രം ധരിച്ച യാത്രികരാണ്. ഈ സ്പേസ് സ്യൂട്ടിന് തന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. താപനിലയെ അതിജീവിക്കാൻ കഴിയുന്ന, ഏതെങ്കിലും
ഏതെങ്കിലും തരത്തിൽ അപകടകരമായ ഇപ്പോൾ പോകുന്നത് ക്രിസ്റ്റിന കൊക്കാണ് പോകുന്നത്, വനിതയാണ് പോകുന്നത് എന്നുള്ളതാണ്. ഈ 4 അംഗ സംഘത്തിൽ ഭൂമിയിൽ നിന്ന് 11 ദിവസം നാസയുടെ കൺട്രോൾ സെന്ററിൽ മാത്രമായി കണക്ഷൻ ഉണ്ടായിരുന്ന ഒരു വനിത കൂടിയുണ്ട്. അവരെ ഇരിക്കാൻ വേണ്ടുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊന്നും ഉപയോഗിക്കാതെ നടന്നു തന്നെ പോവുകയാണ്. മൈക്രോ ഗ്രാവിറ്റിയിൽ നിന്നാണ് ഈ വൈമാനികർ ഇറങ്ങിയത്. ആർക്കും ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് നേരത്തെ തന്നെ ഓറിയോൺ പേടകത്തിനുള്ളിലെത്തിയ മെഡിക്കൽ സംഘം പരിശോധിച്ച് ഉറപ്പുവരുത്തിയിരുന്നു. ഇനി അവർക്ക് അല്പം കൂടി കൂടുതൽ വൈദ്യപരിശോധന നൽകും. കാരണം മൈക്രോ ഗ്രാവിറ്റി സ്റ്റേജിൽ നിന്നാണ് അവർ ഭൂമിയുടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സിലേക്ക് പറന്നിറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വൈദ്യപരിശോധന അല്പസമയത്തിനുള്ളിൽ നടത്തും. അതിനുശേഷം കപ്പൽ സാവധാനം കാലിഫോർണിയയിലെ സാന്റിഗോ തീരത്തേക്കായിരിക്കും പോവുക. ഇപ്പോൾ 2 വൈമാനികനെയും കൊണ്ടുപോയിട്ടുണ്ട്. 3ാമത്തെ യാത്രികനെ കൊണ്ടുപോവുകയാണ്. കപ്പലിനുള്ളിലേക്ക് കൊണ്ടുപോകും. അവിടെ കുറച്ചു നേരം നിരീക്ഷണത്തിലേക്ക് വെച്ചതിന് ശേഷമായിരിക്കും അവർക്കുണ്ടാവുക. അതാ നോക്കൂ, ഭൂമിയുടെ പ്രതലത്തിലേക്ക് വന്ന് അവർ നടക്കുന്ന ദൃശ്യങ്ങളാണ്. കഴിഞ്ഞ 11 ദിവസമായിട്ട് അവർ നടന്നിട്ടില്ല. ആ അർത്ഥത്തിൽ പകരം അവർ കൂടുതൽ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയാണ്. ഇതെന്താണ് അവിടെ നടന്നത്, അവിടെ സംഭവിച്ചത്. നോക്കൂ, നല്ല വേഗതയിൽ സഞ്ചരിക്കുന്നുണ്ട്. ഈ മൈക്രോ ഗ്രാവിറ്റിയിൽ നിന്ന് കൈയടിക്കുന്നുണ്ട്, ആനന്ദിക്കുന്നുണ്ട്. ലോകത്തിനുള്ള കൈയടിയാണ് യഥാർത്ഥത്തിൽ. അത് വളരെ വിജയകരമായ ദൗത്യം പൂർത്തിയാക്കിയതിൻ്റെ സന്തോഷമാണ് യാത്രികൻ ഇപ്പോൾ വെച്ച് പുലർത്തുന്നത്. എത്രയോ വെല്ലുവിളികൾ നിറഞ്ഞ ദൗത്യമാണ്. കാരണം പല ഘട്ടങ്ങളിലും ചന്ദ്രൻ്റെ മറുപുറത്തേക്ക് പോകുന്ന സമയത്ത് ഭൂമിയുമായിട്ടുള്ള ആശയവിനിമയം പൂർണ്ണമായിട്ടും അവർക്ക് നിലയ്ക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ടൈഡൽ ലോക്കിംഗ് എന്ന് പറയുന്നത്, അതായത് ചന്ദ്രൻ ഭൂമിയെ വലം വയ്ക്കാനെടുക്കുന്ന ഏകദേശം 27 ദിവസങ്ങളാണ് ഈ സ്വയം കറങ്ങാൻ എടുക്കുന്നത്. അതുകൊണ്ട് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരേ ഒരു ഭാഗം മാത്രമാണ്. എന്നാൽ ആ ഭാഗമല്ലാത്ത അതിൻ്റെ മറുപുറം തേടി പോവുകയാണ് ഇക്കുറി ചെയ്തത്. വളരെ പ്രധാനപ്പെട്ട ദൗത്യമായിരുന്നു അത്. ആ മറുഭാഗം തേടി ആ മറുഭാഗത്തുകൂടി കറങ്ങി ചന്ദ്രനെ വലം വെച്ചാണ് ഈ ദൗത്യ സംഘം ഇപ്പോൾ തിരികെ എത്തുന്നത്. ഇന്നേ വരെ ചന്ദ്രനെ വലം വെച്ചുകൊണ്ട് ഇത്രയും അടുത്ത് ഒരു ദൗത്യ സംഘം ഇതിപ്പോൾ ഏറ്റവും 4ാമത്തെ യാത്രികനെയും കൊണ്ട് കപ്പലിനുള്ളിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ്. നടന്നു പോവുകയാണ്. മൈക്രോ ഗ്രാവിറ്റിയിൽ നിന്ന് 11 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം തിരികെ വരുന്നു. നടന്നു പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മനോഹരമായ ദൃശ്യങ്ങളാണ്. ശാസ്ത്രലോകം ഒരിക്കൽ കൂടി വിജയിച്ചു വന്ന മനുഷ്യരാണ് എന്നുള്ളതാണ്. ചന്ദ്രൻ്റെ മറുപുറം കണ്ട മനുഷ്യരാണ് എന്നുകൂടി പറയണം. നമ്മൾ കാണുന്നത് അമ്പിളിയമ്മാവൻ്റെ ഒരു ഭാഗം മാത്രമാണെങ്കിൽ അതിൻ്റെ മറുഭാഗം എന്ത് എന്നുള്ളത് മനുഷ്യവംശം ഇന്നേ വരെ കണ്ടെത്തിയിരുന്നില്ല. ഇന്നിപ്പോൾ മനുഷ്യൻ ചന്ദ്രൻ്റെ മറുപുറം കൂടി കണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളുടെ പാട്ടൊക്കെ ഉണ്ടല്ലോ, ഒരിക്കൽ കൂടി ആ പാട്ട് പറഞ്ഞാൽ അമ്പിളിയമ്മാവ നിൻ്റെ താമര കുമ്പിളിൽ എന്തുണ്ട് എന്ന് കവിഭാവനയിൽ ചോദിക്കുന്നത് വെറുതെയല്ല. അത് അവിടെ യഥാർത്ഥത്തിൽ എന്തുണ്ടെന്നറിയാനുള്ള ആർട്ടിമീസ് ദൗത്യമാണ്. ആർട്ടിമീസ് 3ാമത്തെ ദൗത്യം എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ ഉപരിതലത്തിലേക്ക് നമ്മൾ പേടകത്തെ ഇറക്കും. ആർട്ടിമീസ് 4ാമത്തെ ദൗത്യം 2028-ലാണ്. അവിടെ മനുഷ്യനെ തന്നെ നമ്മൾ ഇറക്കും. ആർട്ടിമീസ് 5ാമത്തെ ദൗത്യം എന്ന് പറയുന്നത് നമ്മൾ അവിടെ ഒരു കോളനി സ്ഥാപിക്കും. ഇനി അതിൻ്റെ കൂടി കുറവേ ഉള്ളൂ. ചന്ദ്രനിൽ വല്ല മനുഷ്യരും ഒക്കെ ഉണ്ടെങ്കിൽ അഥവാ മറ്റ് ജീവികളുണ്ടെങ്കിൽ അവരുടെ സ്വസ്ഥത കളയണോ എന്നായിരിക്കും പ്രേക്ഷകർ ആലോചിച്ച് നോക്കുക. പ്രകൃതിയുടെ വിസ്മയച്ചെപ്പുകൾ ഓരോന്നോരോന്നായിട്ട് തുറന്നു കാണിക്കുന്ന അതേ അമേരിക്ക തന്നെയാണ് നമ്മൾക്ക് പശ്ചിമേഷ്യയിൽ വേറൊരു ലോകവും കാണിച്ചു തരുന്നത് എന്നുള്ളതാണ് ഐറണി.